ഫ്രണ്ട്സ്, നമ്മുടെ RFCLന്റെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് രാമകണ്ഠം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് നിലവിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് SSLC IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് SSLCയും IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉള്ളത്. അത് മാത്രമല്ല, ഇതിലേക്ക് എന്താണ് അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല സാലറിയും അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യും. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ നേവിയുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ വീഡിയോസിനെ കുറിച്ചും അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ NDAയുടെ വേക്കൻസി അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, രാമകണ്ഠം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് 24/1/2024 അതായത് നിങ്ങൾക്ക് ജനുവരി 24 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ നോൺ എക്സിക്യൂട്ടീവ് IT ഹോൾഡേഴ്സിനാണ് വിളിച്ചിരിക്കുന്നത്. IT കഴിഞ്ഞവരെയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റ് എന്ന് വെച്ചാൽ അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതിന് വിവിധ ട്രേഡിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം, അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ. അപ്പോൾ അറ്റൻഡർ ഗ്രേഡ് 1 നിങ്ങൾക്ക് ഇവിടെ കാണാം. മെക്കാനിക്കലിൽ നിങ്ങൾക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ദെൻ ഡീസൽ മെക്കാനിക്ക്, അതുപോലെ മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെവി വെഹിക്കിൾ. ഇങ്ങനെ 3 ട്രേഡിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫിറ്ററിൽ 10 വേക്കൻസി, ഡീസൽ മെക്കാനിക്കിൽ 3 വേക്കൻസി ടോട്ടൽ, മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഹെവി വെഹിക്കിളിൽ 2 വേക്കൻസി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ, SC ST OBC ഇങ്ങനെയുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് കാണാം. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഡീസൽ മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് SCക്ക് STക്ക് അല്ലെങ്കിൽ OBCക്ക് ആർക്കും വേക്കൻസി ഇല്ല. പക്ഷേ അവിടെ ജനറൽ വേക്കൻസി 3 വേക്കൻസി ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വേക്കൻസിയിലേക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിസർവേഷൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ദെൻ അറ്റൻഡൻറ്റ് നിങ്ങൾക്ക് ഗ്രേഡ് 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇലക്ട്രീഷ്യനാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 15 വേക്കൻസി ഇതിലുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് അറ്റൻഡൻറ്റ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് ട്രേഡ് വരുന്നത്. അത് ഇലക്ട്രോണിക്സ് മെക്കാനിക്കോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 4ഉം 5ഉം അങ്ങനെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 39 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വേക്കൻസിയുടെ എണ്ണം നോക്കി ഒരിക്കലും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. പല നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരേ രീതിയിൽ പഠിച്ചാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ അത് നിങ്ങൾക്കത് നിങ്ങളത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നതും 10 എക്സാമിന് വേണ്ടി പഠിക്കുന്നതും സെയിം ഇഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിടുക, അതിന് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ടൈം പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഏജ് ലിമിറ്റൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഏജ് ലിമിറ്റൊക്കെ ഒരു നിശ്ചിത ടൈം പീരീഡിൽ ഇതൊന്നും ചെയ്യാതെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്കൊക്കെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അലവൻസ് പേ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട് കൂടെ കാണാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 21,500 മുതൽ 52,000 എന്ന് പറയുന്ന ഈ സ്കെയിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 30,000 അല്ലെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് മുകളിലുള്ള എമൗണ്ടിലേക്ക് നമുക്ക് സാലറി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസ് നിങ്ങൾക്ക് കാണാൻ DA, കമ്പനി, അക്കോമഡേഷൻ, ഹൗസ് ആൻഡ് റെൻ്റ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് സ്കീം, ഇൻഷുറൻസ് സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറ്റൻഡൻറ്റ്, ഇതിൽ ഫിറ്റർ, ഡീസൽ മെക്കാനിക്, ഇതിലൊക്കെ ഓരോന്നിലേക്കും ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. മിനിമം ഏജ് ലിമിറ്റ് ഏത് കാറ്റഗറി ആണെങ്കിലും മിനിമം ഏജ് ലിമിറ്റ് 18 മാക്സിമം 30 ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന മിനിമം 18 മാക്സിമം 30 വയസ്സിൽ വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്കുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൈസ്മാന നിശ്ചിതമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അറ്റൻഡൻറ്റിൽ നിങ്ങൾക്ക് ഗ്രേഡ് 1 നിങ്ങൾക്ക് ഫിറ്ററിന് നിങ്ങൾക്ക് യോഗ്യത എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് ഫിറ്റർ ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഡീസൽ മെക്കാനിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെവി വെഹിക്കിൾ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാത്തിലേക്കും ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക് മെക്കാനിക് ആണെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മിനിമം ഒരു പെർസെൻറ്റേജ് ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് മിനിമം ITയിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം 60% മാർക്ക് ITയിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി.
ഓക്കെ, അതാണ് വ്യത്യാസം, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് അതത് ITI ട്രേഡുകളിൽ നിങ്ങൾക്ക് മിനിമം ഈ പറയുന്ന ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 60% മാർക്ക് വേണം. SCST PWD അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് 10 പോയിന്റ് സ്കെയിലാണെങ്കിൽ നിങ്ങൾക്ക് 6.5 ആണ് ആ ഗ്രേഡ് പോയിന്റ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ അത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാടൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. 1-2 ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പുതിയ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഐഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊക്കെ റിപ്ലൈ ഞാൻ തരാൻ പറ്റുന്നൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് വേറെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നൊന്നും ആരുമില്ല, ഞാൻ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയും സമയം നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന സമയത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയണം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024 ആണ്. അപ്പോൾ നിങ്ങളുടെ ഏജ് ആണെങ്കിലും മിനിമം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ പറയുന്ന ജനുവരി 31 ഉള്ളിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏജ് ആണെങ്കിലും ഇപ്പോൾ ഏജ് കണക്കാക്കുന്നത് 18 to 30 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമുക്ക് എന്താണ് 31/1/2024 ഏജ് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞല്ലോ, 18 to 30 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റിലേക്ക് 31/1/2024 എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഡേറ്റിലേക്ക് നമുക്ക് ഏജ് മിനിമം 18 ആയിരിക്കണം, മാക്സിമം 30 ആവാനും പാടില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ജനുവരി 31 നമ്മൾ പാസ്സായിരിക്കണം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പെർസെൻറ്റേജിൻ്റെ പറഞ്ഞല്ലോ, പെർസെൻറ്റേജിൻ്റെ ഇപ്പോൾ നമുക്കൊരു നിശ്ചിത ഫോർമാറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് 60% എന്ന് പറയുന്നത് 10 പോയിന്റ് സ്കെയിലാണ്, മിനിമം 6.5 നമുക്ക് ആ ഗ്രേഡ് പോയിന്റ് ഉണ്ടായിരിക്കണം. 9 പോയിന്റ് സ്കെയിലാണെങ്കിൽ 5.4 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. 55 ആണെങ്കിൽ 55-ന് 10.5.9 നമുക്ക് എന്തുണ്ടായിരിക്കണം, ഗ്രേഡ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതിന് ഈക്വൽ ആണ് എന്ത് ഈ 55%. 6.5-ന് തുല്യമാണ് 60% എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രേഡ് പോയിന്റ് നമുക്ക് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് CGPA അല്ലെങ്കിൽ OGPA ഒക്കെ ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയില്ല. അങ്ങനെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഫോർമാറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏകദേശം നമ്മൾ 60% ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് 55% ഉണ്ടോ എന്നുള്ളത് ഈ 10 പോയിന്റ് 9 പോയിന്റ് അതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 200 രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നത്, പ്ലസ് ബാങ്ക് ചാർജും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ SC/ST PWD എക്സ് സർവീസ്മെൻ ഒന്നും യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കണ്ട. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, OP ഒക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് ജനുവരി 24 മുതൽ ഫെബ്രുവരി 22 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഒന്നാമത് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ടും എന്താണ് ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ വേണമെങ്കിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ഉണ്ടാവും. അതിൽ ഒന്ന് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടും ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ട് അതായത് നമ്മുടെ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക, അതൊന്നും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ജനറൽ നോളജ്, അവയർനെസ്, ഇങ്ങനെ ജനറൽ അവയർനെസ് ഈ പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളാണ് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഉറപ്പുവരുത്തണം നെഗറ്റീവ് മാർക്ക് ഇല്ലാന്ന്. അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സ്കിൽ അല്ല ഇനി രണ്ടാമത്തെ നമുക്കിപ്പോൾ ഇതിൽ റിട്ടൺ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ എനിക്ക് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റും പാട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പാട് അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ രാമകണ്ഠം യൂണിറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇനിഷ്യലി. അങ്ങനെയാണെങ്കിലും അത് ഈ പറയുന്ന RFCLൻ്റെ ഏത് യൂണിറ്റ് ഓഫീസിലേക്കൊക്കെ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഏജ് ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും 31/1/2024 കണക്കാക്കിയാണ് നമ്മൾ കണക്കാക്കി വെക്കേണ്ടത്. ഓക്കെ, മീൻസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏജ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 18/31/2024 18 കഴിഞ്ഞിരിക്കണം, 30 വയസ്സ് കഴിയാനും പാടില്ല. അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പാസ്സായിരിക്കണം. 31/1/2024 നമ്മൾ റിസൾട്ടൊക്കെ വന്ന് പാസ്സായിരിക്കണം. ഇനി അടുത്തത് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 24 ലാസ്റ്റ് ഡേറ്റ് 22 ഫെബ്രുവരി. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ കോൾ ലെറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ കാണിക്കട്ടെ. അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇമെയിലൊക്കെ വരും. അപ്പോൾ ഇമെയിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും.
പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ ഈ രാമകണ്ഠം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് RFCLൻ്റെ ഈ പേജിലേക്കായിരിക്കും വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഒക്കെ വന്നാൽ അതിൻ്റെ അത് അനൗൺസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇതിൻ്റെ ലിങ്ക് അവിടെ ഉണ്ടാവുമല്ലോ, ആ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെക്ക് ചെയ്യണം, പിന്നെ ഇമെയിലും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൊല്യൂഷൻ അതിന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് കാൻഡിഡേറ്റ്സ്, അതായത് ആദ്യമായിട്ടാണ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഓൾറെഡി വന്നാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്കാണ് രണ്ടാമത്തത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ നമ്മൾ പോസ്റ്റ് സെലക്ട് ചെയ്യണം. ഇതിൽ മെക്കാനിക്കലാണ് ഇലക്ട്രീഷ്യനാണ്, അപ്പോൾ ഞാൻ ഇലക്ട്രീഷ്യനാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ഏത് ട്രേഡാണെന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഞാനിവിടെ മെക്കാനിക്കൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഫിറ്റർ, ഡീസൽ മെക്കാനിക്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. മീൻസ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടോ, അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ IT ഏതാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേര് SSLC ബുക്കുള്ള പോലെ തന്നെ നിങ്ങളത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇമെയിൽ ID വീണ്ടും റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ്, നമ്മൾ മാനുവലായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ചു എന്ന് കൊടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ. നമ്മുടെ ഇമെയിലും മൊബൈൽ നമ്പറും നമ്മൾ എന്ത് ചെയ്യുക, OTP യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാം, നമ്മൾ കുറേ ടൈമൊക്കെ എടുത്ത് ചെയ്ത വീഡിയോസിനൊക്കെ നമുക്ക് ഇതാ വ്യൂസൊക്കെ വന്ന് കാണാൻ പറ്റും. ഓക്കെ, NPSCLൻ്റെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, വളരെ വ്യൂസ് കുറവാണ്, പലതും നമുക്ക് എന്താണ് വ്യൂസ് കുറവാണ്. ഓക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നതിൽ വ്യൂസൊക്കെ കൂടുതലായി. നിങ്ങൾ അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം കൂടുതൽ ടൈമുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെയായിട്ട് ക്ലിക്കാവില്ല. എന്നാലും നമ്മൾ കൂടുതൽ ടൈം ആയി പോകുന്നത് എന്താ വെച്ചാൽ ഇതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയമാകുന്ന, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ആക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും പാടെ കൂടുതൽ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊക്കെ കണ്ടിരുന്ന് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തരുന്നത്. ഒരിക്കലും നിങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. പിന്നീടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്തിട്ട് അടുത്ത പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ്ടാവും, ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ സെയിം പേരൻ്റാണ്, GOCL എജുലാൻഡാണ് നമ്മുടെ ഇൻസ്റ്റയുടെ ID. ഇൻസ്റ്റയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ പേജ് കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പർ തരും. വാട്സപ്പ് നമ്പർ തന്നാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ച് തരാവുന്നതാണ്. അതിന് നമുക്കൊരു നിശ്ചിത സർവീസ് ചാർജ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആ സർവീസ് ചാർജിൻ്റെ കാരണം ഒരുപാട് സമയം എടുക്കും നമ്മളൊരു അപേക്ഷയൊക്കെ ഫില്ല് ചെയ്ത് എടുക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളെ ഫോണായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് അതിൽ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സർവീസ് ചാർജ് ഉണ്ട് നിശ്ചിതമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിത സർവീസ് ചാർജ് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയി ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ തന്നാൽ നിങ്ങൾക്ക് അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ പറയുന്ന വാട്സപ്പിൽ നമ്മൾ ആ ഒരു PDF ഇട്ടുതരും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പറയുന്ന നമ്മുടെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഞാൻ പറഞ്ഞുതരും. അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞുതരും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ഫോട്ടോ, സിഗ്നേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ലോഗിൻ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു, ഇവിടെ ഞാൻ യെസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യും, ഗെറ്റ് OTP ടു വെരിഫൈ മൊബൈൽ ആൻഡ് ഇമെയിൽ ID എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും OTP സെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെയിലിലേക്ക് വന്ന OTP ഇവിടെ കൊടുക്കണം, മൊബൈലിലേക്ക് വന്ന OTP നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, 2 മിനിറ്റാണ് നമുക്ക് 2.5-3 മിനിറ്റാണ് സമയം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ OTP ഒക്കെ കൊടുത്തു, ഇനി ഇവിടെ ഓക്കെ കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പോപ്പപ്പ് മെസ്സേജ് നിന്ന് യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഹാസ് ബീൻ വെരിഫൈഡ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും എന്താണ് ഈ പറയുന്ന ഇമെയിൽ IDയും വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടണാണ്, നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് നമ്മുടെ മെയിൽ IDയിലേക്ക് അയച്ചിട്ടുണ്ടാവരെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊസീഡ് ടു ലോഗിൻ എന്ന് കൊടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താ ലോഗിൻ ചെയ്താലും മതി. ഞാനിവിടെ പ്രൊസീഡ് ടു ലോഗിൻ എന്ന് കൊടുക്കാം.
അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ആദ്യം നമ്മുടെ മെയിൽ ഐ ഡിയാണ്. മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാൻ ശേഷം ഏത് പോസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്താൽ മെക്കാനിക്കൽ ഏതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യുക വെച്ചാൽ ആ സെലക്ട് ചെയ്ത പോസ്റ്റില്ലേ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പോസ്റ്റാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ മെക്കാനിക്കലാണ്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മെക്കാനിക്കലായിരുന്നു കൊടുത്തിരുന്നില്ലേ, അത് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി പാസ്വേഡ് ഞാൻ ഉണ്ടാക്കിയ പാസ്വേഡ് ഉണ്ടല്ലോ, അത് നമ്മൾ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക, പാസ്വേഡ് അടിച്ചു സബ്മിറ്റ് കൊടുക്കുന്നു. ആ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യണം, ഓരോരോ കാര്യങ്ങളിവിടെ ഫില്ല് ചെയ്ത് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താണ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ എന്ത് ചെയ്യണം, ചില റിലാക്സേഷനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജനറൽ വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ എന്ത് വേണ്ട, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണ്ട. അത് ഞാൻ പറഞ്ഞുതരാം, അവിടെ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിനൊന്നും എന്തില്ല, നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ല. ഓക്കെ, ഇത് ഈ പറയുന്ന ഫിറ്ററിൽ നിങ്ങൾക്ക് എസ് ടിക്ക് വേക്കൻസി ഇല്ല. അതുപോലെ ബാക്കിയുള്ള ഡീസൽ മെക്കാനിക്കിൽ നിങ്ങൾക്ക് ഒരു എന്താണ് കാറ്റഗറിക്കും വേക്കൻസി ഇല്ല. അപ്പം അത് ജനറൽ വേക്കൻസി. അപ്പോൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർ എന്ത് ചെയ്യേണ്ട, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മെനക്കെട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും എന്താണ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് റിലാക്സേഷനൊക്കെ വേണ്ടവരാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സർട്ടിഫിക്കറ്റിനായിരിക്കണം. പിന്നെ നിങ്ങൾ എന്താണ് പ്രിവ്യൂ ആണ്, പിന്നെ നമുക്ക് എന്താണ് പ്രിൻ്റ് ആപ്ലിക്കേഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ ആദ്യം ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ 4 ബട്ടണാണ് വരിക. ക്ലിക്ക് ഹിയർ ടു ഫിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഫിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, നമുക്ക് നിർബന്ധമല്ല, അത് സ്കിപ്പ് ചെയ്യാവുന്ന ആ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആദ്യം നമ്മൾ ഒന്നാമത്തെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ഫോമാണ്. ഇതിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സമയമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് വരുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് മാത്രമേ നമുക്ക് ഫുള്ളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ പേര് നിങ്ങൾക്ക് ഐ ഡി ഞാൻ തന്നു, GSCL എജുലാൻഡ് ആണ്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്പർ തരും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ നല്ല വൃത്തിയിൽ അയച്ചു തന്നാൽ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക. താങ്ക് യു.